അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി. ഈ ഒരു സംഭാഷണം അവസാനിച്ചതിനു ശേഷം ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയണമെങ്കിൽ, ഈ പെഹൽഗാം അറ്റാക്ക് സംഭവിച്ചതിനു ശേഷം പാകിസ്ഥാൻ ഇന്നുവരെയും ചെയ്തത് തെറ്റായി പോയി, അവിടെ ഒരു തെറ്റ് സംഭവിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. തുടക്കം മുതലേ ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇന്ത്യ ഇവിടെ ഒരു ബ്ലെയിം ഗെയിം കളിക്കുകയാണ്, ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ചെയ്യുകയാണ്, ഇങ്ങനെ ഒരുപാട് കുറ്റാരോപണം ഇന്ത്യക്ക് നേരെ ഉയർത്താൻ തുടങ്ങി. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പാകിസ്ഥാനോട് ചോദിച്ചു. കൂടാതെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കൺട്രീസിനോട് ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഒരു സ്ട്രൈക്കിന് മുൻപ് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണോ ചെയ്യേണ്ടത് അതെല്ലാം ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇവയേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോവുകയാണ്. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ഇത് പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദമായി അറിയാം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതുവരെയും നടന്ന എല്ലാ യുദ്ധങ്ങളും എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഇതിന് മുൻപ് എപ്പോഴെല്ലാമാണോ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു പ്രശ്നം ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് മുൻപ് എപ്പോഴെല്ലാമാണോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പ്രശ്നം ലോഞ്ച് ചെയ്യുന്നത്, അപ്പോഴെല്ലാം ഇന്ത്യയുടെ പക്കൽ നിന്നും ഒരു തിരിച്ചടി വാങ്ങിയിട്ടേ ഉള്ളൂ അവർ. ഇവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യക്ക് ഇതുവഴി ലഭിച്ച വിജയം അധികമാണ്. എന്നാൽ ഇവിടെ ഇന്ത്യ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയണ്ടേ? 1971 യുദ്ധം, 65 സംഭവിച്ച യുദ്ധം, അല്ലെങ്കിൽ അതിനു മുൻപ് സംഭവിച്ച പല യുദ്ധങ്ങളിലും പാകിസ്ഥാന്റെ പല പ്രദേശങ്ങൾ ഇന്ത്യ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ വാക്ക് കേട്ട് ഒരു പക്ഷേ ഇവർ ഇനിയെങ്കിലും നന്നാകുമായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ചെയ്യില്ല എന്ന് കരുതി ഒരു ഉറപ്പ് നൽകിയതിനു ശേഷം നമ്മൾ ആ പ്രദേശങ്ങൾ വീണ്ടും തിരികെ അവർക്ക് തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം പാമ്പിന് പാല് കൊടുത്ത് വളർത്തിയ അവസ്ഥയാണ് ഇന്ത്യക്ക് സംഭവിച്ചത്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യ തന്റെ ആ ഒരു നിലപാടിൽ നിന്നും പുറത്തേക്ക് വരുന്നുമില്ല. അങ്ങനെയാണ് പെഹൽഗാം അറ്റാക്കും സംഭവിച്ചത്. ഇത് സംഭവിച്ചതിനു ശേഷം പല രാജ്യങ്ങളും ഇന്ത്യയോട് സംസാരിച്ചു, പാകിസ്ഥാനോടും സംസാരിച്ചു. പക്ഷെ എല്ലാവരും കാത്തിരുന്നത് അമേരിക്കയുടെ വരവിനായിരുന്നു. ലോകശക്തിയായ അമേരിക്ക ഈ പ്രശ്നത്തിൽ എന്ത് തീരുമാനമെടുക്കാൻ പോകുന്നു എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇതിനകം തന്നെ ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, കാശ്മീർ എന്നത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്, എനിക്ക് ഇന്ത്യയുമായും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, പാകിസ്ഥാനുമായും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിനാൽ ഈ പ്രശ്നത്തെ ഡീഎസ്കലേറ്റ് ചെയ്യണം. അവിടെ അദ്ദേഹം ആർക്കും അനുകൂലമായി സംസാരിച്ചില്ല. ബാക്ക് ചാനൽസ് വഴി ഒരുപാട് സഹായം വരും എന്നുള്ള സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞു. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ പാകിസ്ഥാന് വേണ്ടി ഡയറക്റ്റ് അവർ സഹായം ചെയ്യില്ല, 100% നമുക്കത് ഉറപ്പിച്ച് പറയാം. അടുത്ത ഘട്ടമായി സംഭവിച്ചത് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ, ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരു വശത്ത്, മറുവശത്ത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ. ഇവർ രണ്ടുപേരെയും പ്രത്യേകം ഫോൺ വിളിച്ച് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭാഗത്ത് നിന്ന് എന്താണ് പറഞ്ഞത്, ഇന്ത്യക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് നിർദ്ദേശമാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ഡീഎസ്കലേറ്റ് ചെയ്യണം. കാരണം പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഏഷ്യൻ കോണ്ടിനെന്റിൽ ഒരു വലിയ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കും. ഇതിനിടയിൽ ഒരു ഭാഗത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം, റഷ്യ ഉക്രൈൻ പ്രശ്നം, ഇതിൽ ഏഷ്യൻ കോണ്ടിനെന്റിലും ഒരു യുദ്ധം വരികയാണെങ്കിൽ ലോകത്തിന്റെ സ്റ്റെബിലിറ്റി തന്നെ മാറും. കഴിയുന്നത്ര ആന്റി ടെററിസം ഓപ്പറേഷനിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിനാവശ്യമായ സഹായം ഞങ്ങൾ നൽകാം എന്ന് അമേരിക്കയുടെ ഒരു ഉപദേശം ഇന്ത്യക്ക് ലഭിച്ചു. അപ്പോൾ നേരിട്ട് അവിടെ യുദ്ധം അവോയ്ഡ് ചെയ്തിട്ട് പാകിസ്ഥാന് എതിരെ മറ്റേത് നടപടി എടുത്താലും അതിൽ ഇന്ത്യക്ക് സപ്പോർട്ടായി അമേരിക്ക ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നോക്കിയാൽ രണ്ട് വിഭാഗവും സംസാരിച്ച് ചർച്ചയിലൂടെ ഈ ഒരു ഡീഎസ്കലേഷൻ ചെയ്യണം. കാരണം ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് രണ്ട് വിഭാഗത്തിനും ഒരു വിനാശകരമായ അവസാനം ഉണ്ടാക്കും. ഇത് പറഞ്ഞത് മാത്രമല്ല, ഇത്രയേറെ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. 26 പേർ കൊല്ലപ്പെട്ടു, നടന്ന് അവസാനിച്ച് ഒരാഴ്ചയിൽ കൂടുതലായി. എന്നാൽ ഇതുവരെയും നിങ്ങളൊരു കണ്ടംനേഷൻ ഇതുവരെയും അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പാകിസ്ഥാനോട് ചോദിച്ചു. ഇതിനും നിങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല, പാകിസ്ഥാൻ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇന്ത്യക്കുള്ളിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇതുവരെയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കണ്ടംനേഷൻ വന്നില്ല എന്ന് പാകിസ്ഥാനോട് അദ്ദേഹം ചോദിച്ചു. എന്തൊക്കെ ചോദിച്ചാലും പാകിസ്ഥാന് മനസ്സിലാകില്ലല്ലോ. അടുത്ത് സംഭവിച്ചത് ഒരുപാട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിനോട്, ഖത്തർ, കുവൈറ്റ്, സൗദി, ഈ രാജ്യങ്ങളോട് ഇന്ത്യ വീണ്ടും ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി. പ്രധാനമായും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വഴി ഒരു കോൾ ഉണ്ടാകുന്നു. അവരുടെ കൗണ്ടർ പാർട്സിനോട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ പോകുന്നു, ഏത് അവസ്ഥയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. സാധാരണ ഇന്ത്യ ഇങ്ങനൊരു കാര്യം എപ്പോഴും ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നത് ഒരു സിവിയർ റെസ്പോൺസ് നമ്മൾ നൽകാൻ തയ്യാറാകുമ്പോൾ, അങ്ങനെ നൽകുമ്പോൾ ആരും ആ രാജ്യത്തിന് അനുകൂലമായി വരാൻ പാടില്ല.
അവർക്ക് വേണ്ടി ആരും നമ്മളോട് സംസാരിക്കാൻ വരരുത് എന്നതിന് വേണ്ടി നമ്മുടെ സാഹചര്യം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ LOCയെ സംബന്ധിച്ച് തുടർന്ന് 7 ദിവസമായി സീസ് ഫയർ വയലേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ സിവിയർ കോൺസിക്വൻസസ് പാകിസ്ഥാൻ സൈഡിൽ ഉണ്ടാക്കും, അതും നമ്മുടെ ഇനിഷ്യൽ റിട്ടാലിയേഷൻ വഴി. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഓപ്പണായി തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞു ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല എന്ന്. ഇനി അവർ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ആദ്യം മുതൽ ആ ടൈം ലൈനോടുകൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയുക ഇതിന് പുറകിൽ ആരാണെന്ന്. സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ LOC എന്നത് ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാക്കുകയും പൂർണ്ണമായും ഫെൻസിങ് ചെയ്ത ഒരു പ്രദേശം. ഈ പ്രദേശങ്ങളിൽ 2 വിഭാഗവും എല്ലാ സമയങ്ങളിലും 24 മണിക്കൂറും അവിടെ നിരീക്ഷണത്തിലായിരിക്കും. ഇതാണ് LOC. എന്നാൽ IB എന്ന് പറയപ്പെടുന്ന ഇന്റർനാഷണൽ ബോർഡർ, ഇത് 2 രാജ്യങ്ങളെയും ഇന്റർനാഷണലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വേർതിരിവാണ്. ജമ്മു കാശ്മീരിലുള്ളത് മാത്രമാണ് LOC, ബാക്കിയുള്ളതെല്ലാം IB കാറ്റഗറിയിൽ വരും. ഇപ്പോൾ LOCയിൽ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സീസ് ഫയർ ഇവിടെയാണുള്ളത്. മറ്റു ഭാഗങ്ങളിൽ പ്രധാനമായി എവിടെയും കഴിഞ്ഞ 4 വർഷമായി പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ല, അതായത് IBയിൽ. ഇപ്പോൾ LOCയിൽ സീസ് ഫയർ വയലേഷൻ ആദ്യമായി 4 വർഷത്തിന് ശേഷം പാകിസ്ഥാൻ ചെയ്യാൻ ആരംഭിച്ചത് ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു. അതായത് 4 വർഷത്തിന് മുൻപ് എവിടെയാണോ പ്രശ്നം ആരംഭിച്ചത് വീണ്ടും അതേ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുന്നു. ഏപ്രിൽ മാസം 1-ാം തീയതി, ഏപ്രിൽ മാസം 2-ാം തീയതി, ഏപ്രിൽ മാസം 3-ാം തീയതി പൂൺ സെക്ടറിൽ 3 സ്ഥലങ്ങളിൽ, 3 വെവ്വേറെ ലൊക്കേഷൻസ് ആണ്, അവിടെ സീസ് ഫയർ വയലേഷൻ അർദ്ധരാത്രി പാകിസ്ഥാൻ ചെയ്യുന്നു. അതും 2-ാം തീയതി നടന്ന സീസ് ഫയർ വയലേഷൻ ഒരു ഗ്രനേഡ് എക്സ്പ്ലോഷനോട് കൂടി അവർ ആരംഭിച്ചു. ആ ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും ഒരു കുഴിബോംബ് ആക്ടിവേറ്റ് ചെയ്യുകയും അതിന്റെ ട്രിഗർ പുള്ളി ചെയ്ത് ഇന്ത്യൻ പ്രദേശത്തേക്ക് തൂക്കി വീശി. ഇത് ഇന്ത്യൻ അതിർത്തിയിൽ വീണ് പൊട്ടിത്തെറിച്ചു. പക്ഷേ സൈനികർക്ക് ഭാഗ്യവശാൽ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. അങ്ങനെ 2-ാം തീയതി നടന്ന ഈ അറ്റാക്കിന് ഇന്ത്യ ഒരു ഹെവിയസ്റ്റ് റെസ്പോൺസ് തന്നെ നൽകി. 2 മണിക്കൂറിലധികമുള്ള ഒരു ഗൺ ബാറ്റിൽ അവിടെ സംഭവിച്ചു. 3-ാം തീയതി ഇതേ പൂൺ സെക്ടറിന്റെ നോർത്തേൺ സൈഡിൽ ഇതുപോലൊരു സീസ് ഫയർ വയലേഷൻ അർദ്ധരാത്രി 3 മണിയോടുകൂടി സംഭവിക്കുന്നു. ഇപ്പോൾ ഈ സെറ്റ് ഓഫ് ഈവന്റ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഈ പ്രശ്നങ്ങളെല്ലാം പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഒരു പുതിയ സ്പാർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു ഇതിന്റെ സീരിയസ് സെറ്റ് ഓഫ് ഈവന്റ്സ് ഒരു വലിയ നാശത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് നേരെ നടക്കുമെന്ന്. അടുത്ത് നോക്കിയാൽ ഈ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ടെൻഷൻസ് അധികമായത് കൊണ്ട് തന്നെ ഇന്ത്യ അവരുടെ ഡ്രോൺ റെയ്ഡ് അധികമാക്കി. കാരണം എന്തെങ്കിലും ഒരു പദ്ധതി ഇല്ലാതെ പാകിസ്ഥാൻ സീസ് ഫയർ വയലേഷൻ ചെയ്യില്ല. അപ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ മറ്റെന്തെങ്കിലും ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, അവിടെ പാകിസ്ഥാൻ ഇൻഡയറക്റ്റ് ആയി ടെററിസ്റ്റിനെ സഹായിക്കും. മറ്റൊരു ഭാഗത്തേക്ക് ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യണമെന്നതിന് വേണ്ടി വെറുതെ അവിടെ ഒരു ഓപ്പൺ സ്പേസിൽ ഫയർ ചെയ്യും, അല്ലെങ്കിൽ ഗ്രനേഡ് എടുത്ത് ഒരു ഓപ്പൺ സ്പേസിൽ തന്നെ തൂക്കി വീശും. ഉടൻ തന്നെ അവിടെ ഒരു വേവ് ട്രിഗർ ആകും. ഇന്ത്യയുടെ റെസ്പോൺസ് ആ ഒരു പ്രദേശത്തെ നോക്കി തിരിയും. ഈ ഒരു ഗ്യാപ്പ് ആയിരുന്നു ആവശ്യം. ഇങ്ങനെ ശ്രദ്ധ മുഴുവനും ഒരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് ആ ലഭിച്ച ചെറിയ ഗ്യാപ്പ്, ആ ഗ്യാപ്പിലൂടെ ഇവരുടെ പിന്തുണയുള്ള ഭീകരവാദികളെ, സിവിലിയൻസിനെ അല്ല ഭീകരവാദികളെ ഈ ഫെൻസിങ് കഴിഞ്ഞ് അകത്തേക്ക് അയക്കും. ഇതാണ് ഇൻഫിൽട്രേഷൻ സംഭവിക്കുക. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്കും ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന്, ഞങ്ങൾ സീസ് ഫയർ വയലേഷൻ ഒന്നും ചെയ്തിട്ടേ ഇല്ല, മറ്റാരോ ചെയ്യുന്നു എന്നൊക്കെ. മറ്റാരോ തന്നെയാണ് ചെയ്തത്, പക്ഷെ അത് ഭീകരവാദികളാണ് ചെയ്തത്. അതും അവിടെയുള്ള സപ്പോർട്ടുള്ള ഭീകരവാദികൾ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി വരികയാണെങ്കിൽ അത് അവരുടെ സ്പോൺസേർഡ് തീവ്രവാദികൾ തന്നെയാണ്. ഇനി അതല്ല, ഇവരുടെ പിന്തുണയല്ലാതെ LOCയോട് ചേർന്ന് ഭീകരവാദികൾക്ക് വരാൻ സാധിക്കില്ല. കാരണം പൂർണ്ണമായും ഫെൻസിങ് ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ്. 24 മണിക്കൂറും സർവേലൻസ് ഉള്ള പ്രദേശത്ത് 2 പക്ഷത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ചാൽ സൈന്യത്തിന്റെ അനുമതി ഇല്ലാതെ സംഭവിക്കില്ല ഒന്നും. ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നിട്ട് കൂടിയും വീണ്ടും പാകിസ്ഥാൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഇത് ഏപ്രിൽ മാസം 3-ാം തീയതി സംഭവിച്ചത്. അടുത്ത് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടക്കുന്നു ഈ 2 പേർക്കും ഇടയിൽ. ഏപ്രിൽ മാസം 11-ാം തീയതി ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുമെന്ന് 7-ാം തീയതി തീരുമാനിക്കുന്നു. എന്നാൽ ഇതേ ഏപ്രിൽ മാസം 7-ാം തീയതി ഈ തീരുമാനം എടുത്തതിന് ശേഷം പൂഞ്ച് ജില്ലയിലുള്ള ദിഗ്വാർ സെക്ടറിൽ ലങ്കൂർ എന്ന ഒരു പോസ്റ്റ്, ആ ഒരു പോസ്റ്റിൽ പാകിസ്ഥാന്റെ സൈന്യം ഒരു ഫയറിംഗ് ചെയ്യുന്നു. ഇവിടെയും കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അതിന്റെ റെസ്പോൺസ് ഹെവിയറായി തന്നെ നൽകി. പല സ്ഥലങ്ങളിൽ ATGM ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന റിപ്പോർട്ടുമുണ്ട്. ഏപ്രിൽ 7-ാം തീയതി ഇങ്ങനെ ഒരു സംഭവം നടന്നു. അടുത്ത ഏപ്രിൽ മാസം 9-ാം തീയതി പഞ്ചാബ് സെക്ടറിൽ സമാനമായ ഒരു വയലേഷൻ സംഭവിച്ചു. ഒരു വ്യക്തി മരിച്ചുവെന്ന വാർത്തയും പുറത്തു വന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏപ്രിൽ മാസം 10-ാം തീയതിക്കുള്ളിൽ 4-5 തവണ സീസ് ഫയർ വയലേഷൻ പാകിസ്ഥാൻ ചെയ്തു. 4 വർഷമായി ബ്രേക്ക് ചെയ്യാത്ത ഒരു എഗ്രിമെന്റ് അവിടെ ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ ചെയ്യാൻ തുടങ്ങി. ഇതിനു മുൻപ് മാർച്ച് മാസം എടുത്തു നോക്കിയാൽ
ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത ഇൻസിഡൻസ് വളരെ വളരെ കുറവായിരുന്നു. ഏപ്രിൽ 9 വരെയും ഇങ്ങനെ പോയി. ഇനി അടുത്ത് കുപ്വാര ഡിസ്ട്രിക്റ്റിൽ ഏപ്രിൽ മാസം 9 12 കിലോ ഭാരമുള്ള IED എക്സ്പ്ലോസീവ് റിമോട്ട് കൺട്രോൾഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് വഴി പൊട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമങ്ങളും എടുത്തു. എന്നാൽ അവിടെ മുൻകൂട്ടി തന്നെ ഇന്റലിജൻസ് ബ്യൂറോ വഴി ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ട് ആ വെഹിക്കിളോട് കൂടി തന്നെ നമ്മൾ അതിനെ പിടിച്ചെടുത്തു. അവിടെ ലഭിച്ച സ്ഫോടക വസ്തുക്കളുടെ ഭാരം ഏകദേശം 12 കിലോ ഉണ്ട്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ വീണ്ടും ഒരു 4 കിലോ സ്ഫോടക വസ്തുക്കൾ ലഭിച്ചു. അപ്പോൾ പെഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് മുൻപ് സീരിയസ് സെറ്റ് ഓഫ് ഈവൻറ്റ്സ് അവിടെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന്. ശരി, ഇതൊക്കെ മാറ്റിവെക്കാം. ഇതിനുശേഷം ഇതേ 9 വില്ലേജ് ഓഫ് ചൗഫലിൽ ചില മിലിറ്റൻസ് അകത്തേക്ക് വരുന്നു എന്നുള്ള വിവരം ലഭിച്ചു. ഈ ഒരു വിവരം ലഭിച്ചതും ഒരു ആന്റി ടെററിസം ഓപ്പറേഷൻ ചെയ്യാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. ലോക്കൽ ബോർഡർ ഗാർഡ്സും ഇന്ത്യൻ ആർമിയും ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു. അങ്ങനെ അവരെ തിരയാനായി 9 സൈനികർ ഇറങ്ങി. അന്നത്തെ ദിവസം തന്നെ അവരെ ന്യൂട്രലൈസ് ചെയ്തതായും വിവരങ്ങൾ പുറത്തു വന്നു. അവരുടെ പക്കൽ നിന്നും 18 റൗണ്ട്സിലധികമുള്ള അമ്മുനേഷൻസ്, 11 ബോംബുകൾ, വീണ്ടും ചില ഗ്രനേഡ് ലോഞ്ചേഴ്സ് ഉൾപ്പെടെ പൂർണ്ണമായും പിടിച്ചെടുത്തു. ഇത് സംഭവിച്ചത് ഏപ്രിൽ മാസം 9 ഇനി പാരലായി നോക്കിയാൽ ഇതേ ഏപ്രിൽ മാസം 9 കിഷാബാദ് ജില്ലയിലുള്ള ഛത്രു ഫോറസ്റ്റിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ഛത്രു ലോഞ്ച് ചെയ്തു. ഈ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവുകയില്ല. എന്നാൽ ഇവയെല്ലാം സംഭവിച്ചത് ഏപ്രിൽ മാസം 9 ചില മാധ്യമങ്ങളിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മെയിൻ സ്ട്രീം മീഡിയാസിനെ ചെറിയൊരു വാർത്തയായി മാത്രം പറഞ്ഞു. വലിയ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല. ഏപ്രിൽ മാസം 9 ഓപ്പറേഷൻ ഛത്രു ലോഞ്ച് ചെയ്യുന്നു. ലോഞ്ച് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയായ കാശ്മീർ ടൈഗർ എന്ന സംഘടനയിലുള്ള ചില തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ സ്ഫോടക വസ്തുക്കളോടുകൂടിയും കൂടുതൽ ബോംബുകളുമായി അകത്തേക്ക് വന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചു. കൂടാതെ അകത്തേക്ക് വരുന്നവർ ഒരു സൂയിസൈഡ് മിഷന് തയ്യാറെടുക്കുകയാണ് എന്നുള്ള വിവരവും നമുക്ക് ലഭിച്ചു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായി ഓപ്പറേഷൻ ഛത്രു ഫോറസ്റ്റ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നു. ഈ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത ചില മണിക്കൂറിൽ തന്നെ ആ 3 തീവ്രവാദികളെയും ചുറ്റിവളഞ്ഞ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ് അവരെ വെടിവെച്ചു കൊന്നു. ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ് മാത്രമല്ല പങ്കെടുത്തത്, പാരാ കമാൻഡോസ്, അവിടെയുള്ള ലോക്കൽ യൂണിറ്റ്സ്, ഇവരെല്ലാവരും ചേർന്ന് ഒരു ഇന്റഗ്രേറ്റഡ് മിഷൻ ആയിട്ടാണ് അത് ചെയ്തത്. ഇത് സംഭവിച്ചതും ഏപ്രിൽ മാസം 9 ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ 1 മുതൽ 10 തന്നെ ഇത്രത്തോളം കൂടുതൽ സീസ് ഫയർ വയലേഷൻസ് അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനും പഹൽഗാമിനും എന്താണ് ബന്ധമെന്ന് ചോദിക്കാം. കാരണം ഇവയൊക്കെ പാകിസ്ഥാൻ സാധാരണ LOCയിൽ ചെയ്യുന്ന വയലേഷൻസ് മാത്രമാണല്ലോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് അവിടെയുള്ള ഒരു തെറ്റ്. ഈ ഛത്രു ഫോറസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞല്ലോ, ഇതിനും പഹൽഗാമിനുള്ള ഡിസ്റ്റൻസ് എന്നത് വെറും ചില കിലോമീറ്ററുകൾ മാത്രമാണ്. അതായത് ഈ മലനിരകൾക്ക് സമീപമുള്ള താഴ്വരകളിൽ ചില കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പേഴ്സൺ വാലി പഹൽഗാം ഉള്ളത്, ഈ ഛത്രു ഫോറസ്റ്റും ഉള്ളത്. അപ്പോൾ ഇവ ഒന്നോടൊന്ന് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് തീവ്രവാദികളെ സ്പോൺസർ ചെയ്തിട്ടില്ല, ഇവിടെ യാതൊരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് വീണ്ടും കള്ളം പറഞ്ഞിട്ട് ഇന്ത്യയുടെ ശ്രദ്ധ തിരിപ്പിച്ചിട്ട് പല സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലാഗ് മീറ്റിംഗിൽ 2 വിഭാഗത്തിനും ഇടയിൽ ചർച്ചകൾ നടന്ന് അവസാനിച്ചു. ആന്റി ടെററിസം ഓപ്പറേഷൻസ് ഞങ്ങൾ കൂടുതലായും ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സൈഡിൽ നിന്നും ഇതൊക്കെ ചെയ്യണമെന്ന് ഇന്ത്യ ഒരുപാട് അഭ്യർത്ഥനകൾ നടത്തി. എന്നാൽ ഇവയൊന്നും പാകിസ്ഥാൻ കേൾക്കുന്നില്ല. ഇവയെല്ലാം നടന്ന് അവസാനിച്ചതിന് ശേഷമാണ് പാകിസ്ഥാന്റെ ജനറൽ ഒരു കാര്യം പറഞ്ഞത്, കാശ്മീർ എന്നും ഞങ്ങൾക്ക് മാത്രമാണ് സ്വന്തമെന്ന്. കാശ്മീർ എന്നത് എപ്പോഴും പാകിസ്ഥാന് മാത്രമുള്ളതാണ്, ഞങ്ങൾക്ക് മാത്രം സ്വന്തമെന്ന്. അപ്പോൾ LOC വയലേഷൻസ് വഴി തീവ്രവാദികളെ അകത്തേക്ക് അയച്ചിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു അവിശ്വാസം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെയുള്ള പല എൻകൗണ്ടേഴ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻകൗണ്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ ആർമി ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിലും സിവിയർ ആയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. സെക്യൂരിറ്റി ഫെയിലിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത്രത്തോളം ചെയ്ത ഇന്ത്യൻ ആർമി അക്കാര്യത്തിൽ ഒരല്പം അശ്രദ്ധ അവിടെ വന്നു. കൂടാതെ ഇവിടെ ഒരുപാട് ലോക്കൽ പീപ്പിൾസും അകത്തേക്ക് വന്ന ടെററിസ്റ്റിനെ സഹായിച്ചതായി പറയുന്നു. 17 വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സഹായത്തോടു കൂടിയാണ് അറ്റാക്ക് ചെയ്തത് എന്നും അറിഞ്ഞിട്ടുണ്ട്. ഇവയൊന്നും പാകിസ്ഥാന്റെ സഹായമില്ലാതെയോ ഇവിടെയുള്ള ചില രാജ്യദ്രോഹികളുടെ സഹായമില്ലാതെയും സംഭവിക്കാൻ സാധ്യതയില്ല. ഒരു 15 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഇത്ര വലിയ പദ്ധതി ചെയ്യുകയും അത്രയേറെ സ്ഥലങ്ങളിൽ അത്രയേറെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷവും അവർ ഇത്രയും ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്നും ക്രെഡിബിൾ ആയ ഒരു സഹായം തീർച്ചയായും ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്നിരിക്കാം. ഇന്ത്യക്കുള്ളിൽ തന്നെ ആയിരുന്നിട്ട് ഇന്ത്യയിലുള്ളവർ തന്നെ കൊല്ലാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു, അവർക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവരെ മറ്റൊരു പേരിട്ട് വിളിക്കേണ്ടി വരും. ഇവിടെ പാകിസ്ഥാനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയുള്ള പകുതിയിലേറെ ജനങ്ങളെയും യുവാക്കളെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഇന്ത്യക്കുള്ളിലേക്ക് വിടുന്നത്.
ഇന്ത്യ നിങ്ങൾക്കെതിരാണ്, ഇന്ത്യ ശത്രുരാജ്യമാണ്, ഇന്ത്യ നിങ്ങൾക്ക് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പല യുവാക്കളെയും അത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ യുവാക്കളെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ കൊണ്ട് അകപ്പെടുത്തും. പക്ഷേ ഈ കമാൻഡൊക്കെ കൊടുത്തവർ അതിനുള്ളിൽ സേഫ് ആയിരിക്കും, സുഖ സൗകര്യങ്ങളോടുകൂടി ബങ്കറിനടിയിൽ ഒളിച്ചിരിക്കും. അവസാനം ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ പകുതിയിലേറെ പേര് മോഡി രക്ഷപ്പെടുകയും ചെയ്യും. പ്രധാനപ്പെട്ട പല ജനറൽസ് ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവസാനം അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ മരിക്കുകയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇവിടെ സഹായം ചെയ്യുന്ന എലമെന്റ്സിനെ ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ക്രോസ് ബോർഡർ ടെററിസം നമുക്ക് ഒരളവിനെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയും. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എപ്പോഴും ഇല്ലാത്ത ഒരു സീസ് ഫയർ വയലേഷൻ ഏപ്രിൽ മാസത്തിന്റെ ആദ്യ 3 ആഴ്ചയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതും ഇൻഫിൽട്രേഷൻ അറ്റംപ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഏപ്രിൽ മാസം 1-ാം തീയതിയല്ലേ അങ്ങനെ സംഭവിച്ചത്? ഇവിടെ അറ്റാക്ക് നടന്നത് ഏപ്രിൽ മാസം 20-നല്ല എന്ന്. അറ്റാക്ക് നടക്കുന്നതിന് 1-2 ദിവസത്തിന് മുൻപല്ല ഇൻഫിൽട്രേഷൻ സംഭവിക്കുന്നത്. മാസങ്ങൾക്കും ആഴ്ചകൾക്ക് മുൻപ് അകത്തേക്ക് വരും. ഒരു സേഫസ്റ്റ് ടൈമിന് വേണ്ടി അവർ കാത്തിരിക്കും. എപ്പോഴാണ് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് അവർക്ക് അനുകൂലമായൊരു സമയം ലഭിക്കുക എന്ന്. അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആര് ചെയ്തിട്ടുണ്ടാകുമെന്ന്. എങ്കിലും ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ഒരു അറ്റാക്കിനും പാകിസ്ഥാനും ബന്ധമില്ല എന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടാതെ മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ബംഗ്ലാദേശിനെ കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും കൂടുതൽ അറിയണം. അവിടെയും നമ്മുടെ സെക്യൂരിറ്റി ഹൈ അലേർട്ട് നൽകിയിട്ടുണ്ട്, ഇതേ പാകിസ്ഥാൻ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം കാരണം. ഇതേക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.